ഹലോ. ആ ഹലോ. നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളല്ലേ? ആ അതെ. നിങ്ങളുടെ പേരെന്താ? എന്താണ്? നിങ്ങൾ ഏത് ഗ്രൂപ്പിലെ പ്രതിനിധീകരിക്കുന്നത്? ഗ്രൂപ്പോ? ആ, ഏത് സംഘടനയാണ് പ്രതിനിധീകരിക്കുന്നത്? അതറിയാൻ വിളിച്ചത്. എനിക്ക് പ്രത്യേകിച്ച് സംഘടനയൊന്നുമില്ലല്ലോ. അല്ല, ഈ സംഘടന എന്തെന്ന് തോന്നിയോ? മുജാഹിദ് പോലെ തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ്. മുജാഹിദോ? ആ, മുജാഹിദ് എന്ന് പറഞ്ഞാല് ധർമ്മസമരം നടത്തുന്നവർ എന്നല്ലേ? അതല്ല, ഇവിടെ സ്ഥാപിതമായ മുജാഹിദിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലി ചെയ്ത മുജാഹിദിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ അർത്ഥമല്ല ചോദിച്ചത്. ആ, അങ്ങനെ ഏതെങ്കിലും മുജാഹിദിനെ ഞാൻ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയോ? എനിക്ക് തോന്നുന്നു നിങ്ങൾ സുന്നി വിരുദ്ധനാണെന്നാണ് എന്റെ അഭിപ്രായം. എന്താണ് സുന്നി എന്ന് പറഞ്ഞാല്? ഞാൻ പറയുന്നത്, നിങ്ങൾ കേരളത്തിലുള്ള ആളാണ്. ഇവിടെ കേരളത്തില് സ്ഥാപനവൽക്കരിക്കപ്പെട്ട 2 സുന്നികളുണ്ട്, കുറെ മുജാഹിദ് കൂട്ടങ്ങളുണ്ട്, അറിയാലോ? അല്ല, അങ്ങനെ പറഞ്ഞു പോകുമ്പോ ഈ സുന്നി എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ സുന്നി എന്ന് വിചാരിക്കുന്നത്, ഗ്ലോബലായിട്ട് പറയുന്നത് സുന്നി ഷിയ 2 സെക്ടപ്പെട്ടതിൽ ഒന്ന് സുന്നി. അവര് ഖുലഫാ റാഷിദീങ്ങൾ അംഗീകരിച്ചു വരുന്നു. നബി കഴിഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇവര് അലി റളിയല്ലാഹു അൻഹു പ്രാധാന്യം നൽകുന്നത്. അത് ഷിയാക്കള്. ആ, സുന്നികൾ പറയുമ്പോ ഞാന് ഖുലഫാഉൽ അർബഅയെ അംഗീകരിക്കുന്ന ആളാണല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ ഞാൻ സുന്നി അല്ലെന്ന് അറിയാ? സുന്നി ഞാൻ പറയുന്നുണ്ടല്ലോ. എന്റെ പേര് അനീഷ്. അനീഷോ? അനീഷോ? ഒരാളെ അടുത്ത് വിളിക്കുമ്പോ ആ ആളോട് പേര് പറയാൻ പോലുമുള്ള മാന്യത കാണാത്ത ആളുകളുടെ അടുത്താണോ ഞാൻ സംവദിക്കേണ്ടത്? അല്ല മുസ്തഫ സാഹിബ്, നിങ്ങളുടെ പേര് എനിക്ക് അറിയാത്തത് കൊണ്ടല്ല, നിങ്ങൾ പറയുമോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാ. മുഹമ്മദ് മുസ്തഫ എന്ന പേര് നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ അറിഞ്ഞിട്ട പേരാണ് അല്ലേ? പിന്നെ അനീഷ് കുനീഷ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നത് ശരിയാണോ? അല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? എന്റെ ഫോണല്ല. ഫോണാണെങ്കിലും നിങ്ങളുടെ പേര് മുഹമ്മദ് മുസ്തഫ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമധേയത്തിലാണ് നിങ്ങളുടെ വീട്ടുകാരെ അറിയിക്കുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആരാണ് എന്താണ് എന്നുള്ള ആ ഒരു അത് പോട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൃത്യമായിട്ട് പറയുവാനുള്ള മാന്യത ഇല്ലെങ്കിൽ അത് നമുക്ക് മാറ്റിവെക്കാം. താങ്കൾ എങ്ങനെ മനസ്സിലാക്കി എന്റെ പേര് മുഹമ്മദ് മുസ്തഫയാണെന്ന്? നിങ്ങൾ ട്രൂ കോളർ കാണുന്നത് വേറെ ഫോണിൽ നിൽക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ പേര് തെറ്റി പറഞ്ഞ സാഹചര്യത്തിൽ അതിനെ കുറിച്ച് ഇനി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. ഓക്കെ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഒന്ന് ഷിയയാണ് ഒന്ന് സുന്നിയാണ്, ഞാൻ സുന്നി വിരുദ്ധനാണെന്ന് പറഞ്ഞു. സാഹിബേ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഇവിടെ റെക്കോർഡഡ് ആണ്. ഞാൻ സുന്നി വിരുദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങിയത്. അപ്പൊ എന്താണ് ഈ സുന്നി എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ഷിയ സുന്നി എന്നുള്ളത് പറഞ്ഞു തന്നു. അതിൽ സുന്നി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമായിട്ടൊരു സുന്നി ഒന്നുമില്ല. കേരളത്തിന് മാത്രമായിട്ടൊരു സുന്നീസോ സുന്നിയൊന്നുമില്ല. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇസ്ലാഹിയായിട്ടും ലുഗവിയായിട്ടും സുന്നി എന്ന വാക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? സുന്നി എന്ന വാക്ക് ലുഗവിയായിക്കൊണ്ടും ഇസ്ലാഹിയായിക്കൊണ്ടും നിങ്ങൾ വിശദീകരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഖുലഫാഉൽ അർബഅയെ അംഗീകരിക്കുന്നവർ എന്നാണോ പറയണ്ടേ? ലഫ്ലി ആയിക്കൊണ്ട് സുന്നി എന്ന വാക്ക് ബിദ്അത്താണ്, അതറിയോ നിങ്ങൾക്ക്? സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത് ബിദ്അത്താണോ? സുന്നി എന്ന വാക്കിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചത്. സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് ചോദിച്ചോ? സുന്നത്ത് ജമാഅത്തിന്റെ ലോപിച്ചതാണ് സുന്നി, അറിയാലോ. അതെന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ ഖുലഫാഉൽ അർബഅയെ സാഹിബേ, നിങ്ങളുടെ പേരെനിക്കറിയില്ല. ഒരു മിനിറ്റ് നിങ്ങൾ എന്ത് പറഞ്ഞോ ഇവിടെ റെക്കോർഡാണ്. ഞാൻ എന്ത് പറഞ്ഞോ ഇവിടെ റെക്കോർഡാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് സാഹിബ് പറയുന്നത് കേൾക്കും. ഇവിടെ ഞാൻ എന്താണ് സുന്നി എന്നതിന് ഡെഫിനിഷനായിട്ട് നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഖുലഫാഉൽ അർബഅയെ അംഗീകരിക്കുന്നവർ എന്നാണ്. മൻസൂർ മണ്ണാർക്കാട് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തിട്ട് വെറുതെ എന്തോ വിടുവായത്തം പറയുകയാണ് എന്ന ധാരണയിലാണ് വിളിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാമായിരുന്നു.
എന്നാൽ സുന്നി എന്നുള്ളത് പറയട്ടെ സുന്നി എന്നുള്ളത് ഇസ്ലാഹിയായിട്ടും ലഹബിയായിട്ടും അതിനെക്കുറിച്ച് അതിന്റെ ഡെഫിനിഷൻ അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഉലഫാഉൽ അർബയെ അംഗീകരിക്കുന്നവരെന്ന് പറഞ്ഞത്? സുന്നി എന്ന വാക്ക് അത് ലഫ്ലി ആയിക്കൊണ്ട് അത് ബിദ്അത്താണ്. അറിയുമോ? അല്ല അറിയുമോ? അറിയില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ സുന്നി വിരുദ്ധൻ എന്ന് പറഞ്ഞത്? പറയൂ. ഞാൻ പറയാം, നിങ്ങളുടെ നിലപാട് പ്രയാസി എപ്പോഴും ഒരു മുജാഹിദ്, കേരളത്തിൽ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ എത്ര വർഷം ദർസ് ഓതിയിട്ടുണ്ട്? അങ്ങനെ വിശദീകരിച്ച് വരുമോ? അല്ലേ നിങ്ങള് സഹോദര, എന്നെ വിളിച്ച സഹോദര, ഫൈസൽ മൗലവിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉമ്മർ മൗലവിയുടെ കഥ പറയുന്നതിന് മുമ്പ് നിങ്ങൾ സംസാരിച്ച് വന്ന വിഷയത്തെ കുറിച്ച് പറയൂ. ബാക്കിയുള്ളത് ഏത് വേണമെങ്കിലും ഞാൻ സംസാരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ ഞാൻ തയ്യാറാണ്. എന്നാൽ നിങ്ങൾ ഇപ്പൊ ഇതുവരെ സംസാരിച്ച വിഷയത്തിനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എത്ര വർഷം ദർസ് ഓതിയിട്ടുണ്ട്? ഓതിയിട്ടില്ല. മന്ദിക്കിന്റെ കിതാബ് ഓതിയിട്ടില്ല എന്നല്ല, കണ്ടിട്ടുമില്ല. കണ്ടിട്ടുണ്ടോ? ഓതിയിട്ടുണ്ടോ? അപ്പൊ സർഫും നഹവും ഒന്നും പത്ത് കിതാബ് ഓതിയിട്ടില്ല. ഓക്കെ. അപ്പൊ നിങ്ങള് ഇനി പറയേണ്ടത് ഞാൻ സുന്നി വിരുദ്ധനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഒരു കാരണം പറയൂ. ഞാൻ ചോദിക്കുന്നതല്ല. അല്ല, നിങ്ങൾ ചോദിച്ചത് അതാണ്. നിങ്ങൾ പറഞ്ഞത് അതാണ്. അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ സുന്നി വിരുദ്ധനാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ മലയാളത്തിലാണ് ഇതുവരെയും സംസാരിച്ചത്. ചില വാക്കുകൾ അറബിയിൽ സംസാരിക്കും. കാര്യം നിങ്ങൾ ഇസ്ലാമികമായിട്ടാണ് സംസാരിക്കുന്നത്. കേരളത്തിലെ ഇഷ്യൂസിനെ കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കേരളത്തില് പല ഇഷ്യൂസിനെ കുറിച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നല്ല ലോകാടിസ്ഥാനത്തിൽ എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ച അവകാശമാണ്. അതല്ല അതൊക്കെ ഉണ്ട്. അതല്ലാന്ന് പറഞ്ഞു പോകാൻ പാടില്ല. അതൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഭരണഘടനയുടെ ആമുഖം വായിച്ചിട്ടുണ്ടോ? ഭരണഘടനയുടെ ആമുഖം വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയാൻ നിങ്ങൾ പറഞ്ഞതിന്റെ വിവരക്കേടുകൾ തിരുത്താൻ പറഞ്ഞിട്ട് നിങ്ങൾ അത് പറഞ്ഞിട്ടില്ല. ഞാൻ സുന്നി വിരുദ്ധനാണെന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? തോക്കെടുത്തിട്ടും വെടിവെക്കാൻ പഠിച്ചിട്ടുള്ള ആളാണ്. അത് വിട്. ഞാൻ സുന്നി വിരുദ്ധനാണ് എന്ന് താങ്കൾ എന്ത് അടിസ്ഥാനത്തിൽ പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞോ? അല്ല, അവകാശം ഉണ്ടോ ഇല്ലേന്നൊക്കെ നമുക്ക് സംസാരിക്കാം. ഞാൻ സുന്നി വിരുദ്ധനാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ വീഡിയോസ് കണ്ടത് മുതലാണ്. മനസ്സിലായില്ലേ? എന്റെ ചോദ്യം ജെനുവിനാണ്. അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഞാൻ സുന്നി വിരുദ്ധനാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? ഞാൻ എന്താണ് സുന്നി വിരുദ്ധത കാണിച്ചത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞോളൂ. ഇതുപോലെ ആരെങ്കിലും മക്കാറാക്കാൻ വിളിക്കുമ്പോ അതിന് അടിസ്ഥാനപരമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ പോലും അറിയാതെ മക്കാറാക്കാൻ വിളിക്കരുത്, തെറ്റിദ്ധരിപ്പിക്കാൻ വിളിക്കരുത്. നിങ്ങളിത് റെക്കോർഡ് ചെയ്തിട്ടിപ്പോ നിങ്ങളിപ്പോ റെക്കോർഡ് ചെയ്തിട്ട് ഇന്നെങ്ങണ്ട് ചോദ്യം ചോദിച്ച് വെള്ളം കുടിപ്പിക്കാൻ വന്നതല്ലേ? ആയിക്കോട്ടെ, ഞാൻ വെള്ളം കുടിക്കാൻ തയ്യാറാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ തോറ്റ് കുത്തി മടക്കി പഞ്ചപുത്ത മടങ്ങിയിരിക്കാൻ തയ്യാറാണ്. ഞാൻ സുന്നി വിരുദ്ധനാണ് എന്ന് പറയുന്നതിന് കാരണം നിങ്ങൾ ഇങ്ങനെ പറയല്ലേ. നിങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ട് വേറെന്താണെന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാം. ഞാൻ സുന്നി വിരുദ്ധനാണ് എന്ന് പറഞ്ഞതിന്റെ കാര്യം അതെന്തുകൊണ്ട്? പറഞ്ഞോ. നിങ്ങൾ സുന്നി വിരുദ്ധനാണെന്ന് ഞാൻ പറയുന്നതിന് കാരണം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നുണ്ടാവും ഞങ്ങൾ സുന്നികളാണെന്ന്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ സുന്നി എന്നാണ് അവകാശം. സുന്നി എന്റെ അവകാശത്തെ കുറിച്ചൊന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ സുന്നി വിരുദ്ധനാണ് എന്തുകൊണ്ട്? വിദ്യാർത്ഥ ലഫ്രിയായ അർത്ഥത്തിൽ വിദ്യാർത്ഥാന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ സുന്നി എന്ന് പറഞ്ഞാൽ
സുന്നി എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിനോ താബീനോ അറിയാത്തൊരു വാക്കാണ്. അവരുടെ ഒരു റിപ്പോർട്ടിലും രേഖപ്പെടുത്തിയിട്ടില്ല സുന്നി എന്ന്. താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്. ഹോൾഡ് ചെയ്തു. ദയവായി ലൈനിൽ തുടരുക. The person you are speaking with has put your call on hold.